അവരവർക്ക് അവരവരെ മാത്രമേ സ്നേഹിക്കുവാനായി കഴിയുകയുള്ളൂ. മറ്റാരെയും, സഹോദരങ്ങളെയോ മാതാപിതാക്കളെയോ നമ്മുടെ കൂട്ടുകാരെയോ ആരെയും സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക സ്വഭാവമുള്ള ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു സുന്ദര സുദിനം കൂടെ സർവശക്തനായ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുകയും ദൈവത്തിന് സകല പുകഴ്ചയും ആദരവും ആരാധനയും അർപ്പിക്കുന്നതോടൊപ്പം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം നമുക്ക് ചിന്തയ്ക്ക് കർത്താവ് ഇന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോഥെയോസിനോട് ചില ഉപദേശങ്ങൾ പറയുകയാണ്. തിമോഥെയോസെ, ഒരു അന്ത്യകാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ അന്ത്യകാലം എന്ന് പറയുന്നത് യുഗത്തിൻ്റെ അന്ത്യമാകാം, ജീവിതത്തിൻ്റെ അന്ത്യമാകാം, ഈ കാലഘട്ടത്തിൻ്റെ അന്ത്യമാകാം. നമുക്കറിയാം, കർത്താവ് തന്നെ പറഞ്ഞു, ഒരു അന്ത്യകാലം നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ വരികയാണ്. ക്രിസ്തുയേശുവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ അന്ത്യകാലത്തെ വിചിന്തനം ചെയ്യുവാനായി കഴിയും. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നവരുമായ ഒരു കൂട്ടം ആളുകൾ, ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ലോകത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ നമുക്കറിയാം, 12-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 12-ാം സങ്കീർത്തനത്തിലും വളരെ വ്യക്തമായി ഒരു അന്ത്യകാലത്തിന്റെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ മോശത്തരത്തെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ നാം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ലോകത്തിൽ പീഡനമോ ഇതുകൊണ്ടായിരിക്കുന്നതായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ മാത്രമാണ് പക്ഷെങ്കിൽ നമുക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. എന്നാൽ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, നീ എന്നോട് കേട്ട ദൈവവചനം, ഉപദേശം, വിശ്വസ്തത, വിശ്വാസം, സ്നേഹം, ഇതൊക്കെ നീ നിലനിർത്തിക്കൊള്ളണം. അതുകൊണ്ട് മാത്രമേ ഈ ലോകത്തെ നമുക്ക് ജയിക്കുവാനായി കഴിയുള്ളൂ. ദൈവം ഈ ലോകത്തെ ജയിച്ചത് തൻ്റെ സ്നേഹത്താൽ മാത്രമാണ്. അതുകൊണ്ട് ദൈവ വചനത്തെ യഥാർത്ഥമായി പിൻപറ്റിക്കൊണ്ട് ഒരു അന്ത്യകാലത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ, അവിശ്വാസികളോട് ചെന്ന് ചേരാതെ, അനവധി ആളുകളെ ദൈവവിശ്വാസം പഠിപ്പിക്കുവാൻ, അനവധി ആളുകൾക്ക് സത്യവചനത്തെ യഥാർത്ഥമായി ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഈ അന്ത്യകാലം ഒരു വല്ലാത്ത വഷളത്വത്തിന്റെ കാലമാണ്. അവരവർക്ക് അവരവരെ മാത്രമേ സ്നേഹിക്കുവാനായി കഴിയുകയുള്ളൂ. മറ്റാരെയും, സഹോദരങ്ങളെയോ മാതാപിതാക്കളെയോ നമ്മുടെ കൂട്ടുകാരെയോ ആരെയും സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ജീവിതങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ടവരായി നമ്മൾ തീരുമ്പോൾ ക്രിസ്തുയേശുവിനെ ധ്യാനിച്ചുകൊണ്ട് വിശ്വസ്തതയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുവാൻ ഈ വചന കേൾവി നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.